ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മിനൂസ് വേൾഡ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. നമ്മുടെ മിനൂസ് വേൾഡിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും സഹകരണവും എനിക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് റെസിപ്പിയുടെ അല്ലെങ്കിൽ ബ്രെഡ് പക്കവട എന്ന് തന്നെ പറയാം, അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ്: ബ്രെഡ്, സവാള, ക്യാപ്സിക്കം, പച്ചമുളക്, ഉണക്കമുളക്, ഇഞ്ചി, മല്ലിയില, അരിപ്പൊടി, മൈദപ്പൊടി, ബ്രെഡ് ക്രംസ്, സൺഫ്ലവർ ഓയിൽ, ടൊമാറ്റോ സോസ്, ഉപ്പ്. ഇനി നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഓരോ ബ്രെഡും ഇങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഇത് നോർമൽ ബ്രെഡ് കുറച്ച് ഹാർഡായിരിക്കും, അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ എല്ലാ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ സവാള, ഉണക്കമുളക്, മല്ലിയില എന്നിവ കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടേണ്ടത് അരിപ്പൊടിയാണ്. കൂടെ തന്നെ മൈദപ്പൊടി, ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് കുഴക്കാം. വെള്ളം ഓവർ ആവരുത്, അപ്പോൾ ഒരു ബാറ്റർ പോലെ ആയി പോവും. അങ്ങനെ ആവരുത്. ശരിക്കും ഈ ഒരു പരുവമാണ് ഇതിനാവശ്യം. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു പാകം, ആ ഒരു പാകം വരെ നമുക്കിത് കുഴച്ചെടുക്കാനും. കണ്ടോ, ഇതുപോലെ ഇപ്പം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉരുളകളാക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ബോൾസ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. വലിയ ബോൾസ് ആക്കി കഴിഞ്ഞാൽ, ഞാനൊരു തവണ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്കവടയ്ക്ക് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുതാക്കിയാണല്ലോ ഉണ്ടാക്കാറ്. അപ്പോൾ അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ നമ്മുടെ പൊക്കവടയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളൊന്നും നമുക്ക് ശരിക്കും ഇങ്ങനെ ഫ്രൈ ആയി കിട്ടില്ല. അപ്പം നല്ല ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇതായത് നമ്മളുടെ പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയുമാണ്. ഈസി സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻസ് എല്ലാം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും.